സംസ്ഥാന സർക്കാരിന്റെ 2024-25 ബജറ്റിൽ പൊന്നാനിക്ക് ലഭിച്ചത് നാമമാത്ര പദ്ധതികൾ മാത്രം. അടിസ്ഥാന സൗകര്യ വികസനം, കൃഷി, മത്സ്യബന്ധനം, തുറമുഖം, ടൂറിസം എന്നീ മേഖലകളിൽ പരിഗണന ലഭിച്ചെങ്കിലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച നിർദ്ദേശ പദ്ധതികളിൽ ചിലതിന് മാത്രമാണ് മണ്ഡലത്തിന് ലഭിച്ചിരിക്കുന്നത്. സെന്റർ ഫോർ മൈനോറിറ്റി കോച്ചിംഗ് സെന്ററിന് പുതിയ കെട്ടിട നിർമ്മാണത്തിന് 2 കോടി രൂപ, ആലങ്കോട് പഞ്ചായത്തിലെ ചങ്ങരകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിട നിർമ്മാണത്തിനായി 2 കോടി രൂപ, ഫിസിയോതെറാപ്പി സെന്റർ നിർമ്മാണത്തിനും വനിതാ വെൽനസ് സെന്റർ നിർമ്മാണത്തിനുമായി 2 കോടി രൂപ, പൊന്നാനിയിലെ ചന്തപ്പടി ജംഗ്ഷൻ സൗന്ദര്യവൽക്കരണവും ടേക്ക് എ ബ്രേക്ക് നിർമ്മാണവും ഉൾപ്പെടെ 1.5 കോടി രൂപ, ചങ്ങരകുളം ടൗൺ സൗന്ദര്യവൽക്കരണത്തിന് 1.5 കോടി രൂപ, മാർജേരി പഞ്ചായത്തിലെ മാറാടിപ്പാലം പുനർനിർമ്മാണത്തിനും അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനും 1 കോടി രൂപ എന്നിവയാണ് മണ്ഡലത്തിന് ലഭിച്ച തനത് പദ്ധതികൾ. കൂടാതെ പൊന്നാനി ഉൾപ്പെടെ 11 ടൂറിസം കേന്ദ്രങ്ങളുടെ വികസനത്തിന് 500 കോടിയിലും പൊന്നാനി ഉൾപ്പെടെയുള്ള 12 ടൂറിസം കേന്ദ്രങ്ങളിൽ ടൂറിസം കൺവെൻഷൻ സെന്റർ നിർമ്മാണത്തിന് 50 കോടിയിലും പൊന്നാനി ഉൾപ്പെടെയുള്ള 4 തുറമുഖങ്ങളിലെ ചരക്കുനീക്കത്തിനും ഗതാഗതത്തിനും വിനോദസഞ്ചാരത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും 39.20 കോടി, പൊന്നാനി അടക്കമുള്ള തുറമുഖങ്ങളുടെ വികസനത്തിനും ലൈറ്റ് ഹൗസുകളുടെ വികസനത്തിനും കപ്പൽ ഗതാഗതത്തിനുമായി 73.22 കോടി, പൊന്നാനി ഉൾപ്പെടെയുള്ള തീരദേശങ്ങളിലെ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് 15 കോടി, പൊന്നാനി ഉൾപ്പെടെ മത്സ്യബന്ധന തുറമുഖങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും മണൽ നീക്കം ചെയ്യുന്നതിനുമായി 9.50 കോടി, പൊന്നാനി ഉൾപ്പെടുന്ന മുസിരിസ് ഹെറിറ്റേജ് ആൻഡ് സ്പൈസ് ടൂറിസ്റ്റ് റിവർ ക്രൂയിസ് ഹെറിറ്റേജ് ആൻഡ് സ്പൈസ് റൂട്ട് പദ്ധതിക്ക് 14 കോടി, പൊന്നാനി ഉൾപ്പെടുന്ന ദേശീയ ജലപാതയുമായി ബന്ധിപ്പിക്കുന്ന ഫീഡർ കനാലുകളുടെ നിർമ്മാണങ്ങൾക്കായി നബാർഡ് സഹായത്തോടെ 25 കോടി എന്നിവ മറ്റു പദ്ധതികളുടെ കൂട്ടത്തിൽ ഇടം പിടിച്ചവയാണ്. കൂടാതെ ടോക്കൺ വ്യവസ്ഥയിൽ വിവിധ പദ്ധതികൾ സംസ്ഥാന ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. NCV ന്യൂസ്, പൊന്നാനി. 1000 വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.